ചേച്ചിമാരോട് പുതിയാപ്പിള പുതിയെണ്ണ് ഇപ്പോ ഇത് പാവപ്പെട്ട കുട്ടികളൊന്നല്ല കേട്ടോ, അത് കൊടക്കാട് തങ്ങളുടെ കുട്ടികളാ, പൈസക്കാരനെയാണ് ഓരും കേട്ടോ. ഞാൻ പാവങ്ങളായിട്ട് ഇപ്പൊ ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു 12-13 കുട്ടികളുടെ കല്യാണമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ 5 കുട്ടികളുണ്ടായില്ല, 5 കുട്ടികൾ, അതിന്റെ മുന്നേ 5 കുട്ടികൾ. ഇവര് അർജന്റ് പറഞ്ഞപ്പോഴാണ് ഇവിടെ കല്യാണം. ഇനിയിപ്പോ അടുത്ത കല്യാണം ഉണ്ട്. ഇപ്പോ അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഈ സ്വർണം നമ്മളെ കൈയോട് വാങ്ങിയതാണ്, തിരിച്ചിട്ടൊന്നുമല്ല. അപ്പൊ അള്ളാഹു ഈ കുടുംബം ബർക്കത്ത് ചെയ്യട്ടെ. സ്വർണ്ണങ്ങൾ കണ്ടോ ഒഴുപ്പ് കൊടുക്കണേ, കണ്ടോ നമ്മളെ കുട്ടികൾ കൊടുക്കുന്ന സ്വർണ്ണമാണ്. അപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവില്ല കുറച്ചോടെ നമ്മുടെ കല്യാണം കഴിച്ചാൽ മതി അങ്ങനെ വിചാരിക്കണ്ടോ? ഇത് നമ്മളെ മകിതാട്ടോ, കണ്ടില്ലേ? നിങ്ങൾ കണ്ടോ? കണ്ടോ? നിങ്ങൾ ഉമ്മാരും പങ്ങന്മാരൊക്കെ കണ്ടോ? അല്ലാതെ ബർക്കത്ത് ചെയ്യട്ടെ. ആയോ എങ്ങോട്ട് റെഡി ആയോ? കുറച്ച് ബാക്കൊക്കെ കിട്ടില്ലേ? ശ്രീഭ്യോ ഓം മൊബൈൽ മുന്നെന്ന് മാറ്റി കുറച്ച് ബാക്ക് പോയി.
അവിടെ നിന്നോട്ടെ. മറ്റേത് സ്വദേശി ശോഭന, പാണ്ടിക്കാട് സ്വദേശി അജീഷ് എന്നിവരുടെ താലികെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആ ദമ്പതിമാർക്ക് നൂറെ ഹബീബ് കുടുംബത്തിന്റെ 1000 മംഗളാശംസകൾ നേരുന്നു. അടുത്തതായി കതിർമണ്ഡപത്തിൽ അവർക്കുള്ള സ്വർണം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ കൈമാറുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇത് പെണ്ണുക്കുള്ള സ്വർണം കൊടുക്കാൻ അങ്ങനെ കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ. അല്ല ഒരു വേറെ നേരോ നേരോ ബിന്ദു ആ ചേച്ചിയാണ് ഒന്ന് സൈഡ് വർക്ക് സൈഡ് വർക്ക് ഒന്ന് സൈഡ് വർക്ക് ശരിക്കും ഈ ചേച്ചി കൊടുക്കേണ്ട സ്വർണം ഈ ചേച്ചിയാണ് ഈ പൊന്നു പെങ്ങളെ നോക്കി വളർത്തിയത്. നാത്തൂനാണ് ഭർത്താവിന്റെ പിന്നെ അവരുടെ ഭർത്താവ് മരിച്ചു. ഇവര് അച്ഛനും അമ്മയില്ല. ഇവരാണ് എന്റെ മുന്നിൽ വന്ന് കരഞ്ഞത്. ഇവര് ഗതിയില്ല. ഇവര് പണിക്ക് പോയിട്ടാണ് ഇവര് നോക്കിയത്. ഇവരുടെ അവസ്ഥ ആർക്കും കൊടുക്കാൻ കഴിയും. ഒരുപാട് കഷ്ടപ്പെടില്ല. അപ്പോ ഈ സ്വർണം ആ ചേച്ചിന്റെ ഇതിലേക്ക് അപ്പോഴും പലരും കൊടുക്കട്ടെ. ഏതായാലും ശരി ഇല്ല, ഒരുപാട് കഷ്ടപ്പെട്ടില്ല. എന്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് പൊന്നു പോലെ അവിടെ നോക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ. എന്ത് വിഷമം കഴിയുന്ന നമ്മൾ പ്രേരിക്കുന്നത് കേട്ടോ. ഞാൻ ആ ഡോക്ടറുടെ കയ്യിൽ കൊടുക്കണം. ചേച്ചിനെ കൊടുത്ത ചേച്ചിന്റെ കൈ കൊണ്ട് തങ്ങൾക്ക് കൊടുക്കണല്ല, നിങ്ങൾ കൊടുക്കണേ കേട്ടോ. നിങ്ങളെന്നെ വിളിക്കും. നിങ്ങൾ പിടിച്ചു നോട്ടോ. ഇനി ഇവിടെ കേട്ടോ. എല്ലാവരും ഇവിടെ നമ്മുടെ കതിർമണ്ഡപത്തിൽ രണ്ടാമത്തെ വിവാഹം നടക്കുകയാണ്. കുറുവട്ടൂർ വല്ലപ്പുഴ സ്വദേശിനി കൃഷ്ണേന്ദു, വരൻ വിനോദ് പൂക്കോട്ടുപാട്. ഈ രണ്ടുപേരുടെ വിവാഹ ചടങ്ങിൽ വിട്ടു നിൽക്കട്ടോ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. എവിടെ എന്നിട്ട് കാര്യമില്ല. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോ. കേട്ടോ ഇവിടെ നോക്കോട്ടോ. ഇവിടെ നോക്കോളൂ. അല്ല എല്ലാവർക്കും നോക്കി. ഒന്ന് ഇങ്ങോട്ട് നോക്കി. കുറച്ച് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് നോക്കി.